കുവൈറ്റിൽ നിന്നും നാട് കടത്തപ്പെട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയും പിന്നീട് കാണാതാവുകയും ചെയ്ത അച്ഛന് വേണ്ടിയുള്ള തിരച്ചിൽ കൊച്ചിയിൽ തുടരുകയാണ്. മകൻ സണ്ണി മാതൃഭൂമി വാർത്ത നൽകിയതിന് പിന്നാലെ തൃക്കാക്കരയിൽ സൂരജ് ലാമയെ കണ്ടതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ പോലീസ് 108 ആംബുലൻസിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ച സൂരജ് ലാമ പിന്നീട് എവിടെ പോയി എന്നതിലാണ് ഇപ്പോഴും ഉത്തരമില്ലാത്തത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായെന്ന് പറയുകയാണ് മകൻ സണ്ണി. കുവൈറ്റിൽ വ്യവസായിയായിരുന്ന സൂരജ് ലാമ നിലവിൽ ഓർമ്മ നഷ്ടപ്പെട്ട നിലയിലാണ്. കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് നാട് കടത്തപ്പെട്ട 59 വയസ്സുകാരനായ അച്ഛനെ തേടി കഴിഞ്ഞ ഒരാഴ്ചയായി മകൻ സണ്ണി കൊച്ചിയിലെ തെരുവുകളിൽ, ഇതുപോലെ അണ്ടർ ബ്രിഡ്ജുകളിൽ, ബസ് സ്റ്റാൻഡുകളിലൊക്കെ അലയുകയാണ്. കാരണം കുവൈറ്റിൽ നിന്ന് നാടായ ബാംഗ്ലൂരിലേക്കായിരുന്നു സാധാരണഗതിയിൽ ഡിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം കൊച്ചി വിമാനത്താവളത്തിലേക്കാണ് ഈ ചിത്രത്തിൽ കാണുന്ന സൂരജ് ലാമ എന്ന ആളെ നാട് കടത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ പിന്നീട് കാണാതാവുകയായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആലുവ ഭാഗത്ത് അച്ഛൻ എത്തിയതായി സൂരജ് കണ്ടെത്തി. നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിലെ തൃക്കാക്കര ഭാഗത്തു നിന്ന് പോലീസിന് ഈ സൂരജ് ലാമയെ കണ്ടെത്തിയായിരുന്നു. ആ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് കണ്ടെത്തിയത്. പക്ഷേ പോലീസ് 108 ആംബുലൻസിൽ കയറ്റി വിടുകയായിരുന്നു. ഇതാണ് ഏറ്റവും അവസാനമായി സണ്ണിക്ക് അച്ഛനെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവിടെ ഈ 108 ആംബുലൻസിൽ കയറ്റി സൂരജ് ലാമയെ വിട്ടെങ്കിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് സൂരജ് എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന കാര്യത്തിൽ അറിവില്ല. അതുകൊണ്ട് തന്നെ കാണുന്ന മുഴുവൻ ആളുകളെയും ഇങ്ങനെ ഫോട്ടോ കാണിച്ച് അച്ഛൻ എവിടെയെന്ന് അന്വേഷിക്കുകയാണ് മകൻ. Is there any information about your father now? Yes. So as of yesterday, he was spotted in Kalmaseri police limits. Apparently at 12 or 1 o'clock, he was found near HMT. We had contacted the Kalmaseri police station yesterday. All they told us was that they were going to go and do their checks and rounds and they'll let us know. It's going to be 24 hours now almost. I have not received any information yet. Any help, anything will be very, very helpful, Ria. So it's everywhere in the bus stand. Actually, look around here. I have posted these kind of posters almost in every place possible, from Edapalli to Pudiagaon to all of this till the airport. If you go, you will find these posters everywhere. It has my phone number. It has all the details you need. It's also mentioned that he is suffering from memory loss. Please don't forget that. He can't remember his own name. Even if police or anybody is going to ask him, are you Suraj Lama? He will not be able to answer that. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഓർമ്മ നഷ്ടപ്പെട്ട ആളാണ് സൂരജ് ലാമ. മാതൃഭൂമിയാണ് ഈ വാർത്ത ഇന്നലെ പുറത്തുവിട്ടത്. ആ ചിത്രങ്ങളടക്കം മാതൃഭൂമിയിലൂടെ പുറത്തു വന്നതോടെ നിരവധി ആളുകൾ പലയിടങ്ങളിൽ സൂരജ് ലാമയെ കണ്ടെത്തിയെന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ തൃക്കാക്കരയ്ക്ക് സമീപം പോലീസ് കണ്ടെത്തുന്നത്. പക്ഷേ അതിനുശേഷം എവിടെ പോയി എന്നൊരു വിവരമില്ല. ഇതാണ് സൂരജ് ലാമയുടെ ഏറ്റവും ഒടുവിൽ ഈ തുതിയൂരിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചിത്രം. ഇതാണ് എന്ന് ദിസ് ഈസ് യുവർ ഫാദർ, റൈറ്റ്? Yes, absolutely correct. തുതിയൂരിൽ നിന്ന് സൂരജ് ലാമയെ കണ്ടെത്തിയിരുന്നു. പോലീസിനെ അടുത്തുള്ള ആളുകൾ വിവരം അറിയിക്കുകയായിരുന്നു. റോഡിൽ കിടന്ന് കണ്ടെത്തിയിട്ട് പോലീസ് ഒരു 108 ആംബുലൻസിൽ കയറ്റി കളമശ്ശേരിയിലേക്ക് അയക്കുന്നു. കൂടെ പോലീസ് പോയിരുന്നില്ല. പിന്നീട് എവിടെ സൂരജ് ലാമ എന്നതാണ് ഉയർന്ന ചോദ്യം. കളമശ്ശേരി മെഡിക്കൽ കോളേജിനും പോലീസിനുമെതിരെയൊക്കെ സണ്ണിക്ക് ആക്ഷേപങ്ങളുണ്ട്. കമ്മീഷണർക്ക് അത് സംബന്ധിച്ചൊരു പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇയാൾ. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.